ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് വിഷു ആയിട്ട് പുതിയൊരു വ്ളോഗ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഞങ്ങളുടെ ആദ്യത്തെ വിഷുവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ കല്യാണത്തിന് മുന്നേയൊക്കെ ഞങ്ങൾ ഇങ്ങനെയൊന്നും ആഘോഷിച്ചിട്ടില്ല. ചെറിയ രീതിയിലൊക്കെയാണ് വിളക്കൊക്കെ കൊളുത്തി ഫ്രൂട്ട്സൊക്കെ വയ്ക്കും. അല്ലാതെ അങ്ങനെ കൃഷ്ണൻ്റെ വിഗ്രഹമൊന്നും വെച്ച് ഇങ്ങനെ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്തവണ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ പറ്റിയത്, കണിയൊരുക്കാൻ പറ്റിയത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് ഫുള്ള് ഇങ്ങോട്ടാണ് ക്രെഡിറ്റ്. പിന്നെ ഇന്നിപ്പോൾ വെളുപ്പിന് 4:30 മണിയായി ഇപ്പോൾ സമയം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഈ 4:30 മണിക്കൊക്കെ രാവിലെ എണീച്ച് ഞങ്ങൾ കണി കാണുമെന്ന്. ഞാൻ വിചാരിച്ചു എങ്ങനെയായാലും ഒരു 7 മണി കഴിയും. കാരണം ഇന്നലെ കിടന്നപ്പോൾ തന്നെ ഏതാണ്ട് 12 മണിയാവറായി. ഫുള്ള് ടയേർഡായിട്ട് മൊത്തം തിരക്കിൽ ഓടി നടന്ന് ഇന്നിപ്പോൾ എണീക്കില്ലെന്ന് വിചാരിച്ചാണ്. എന്തായാലും ദൈവത്തിൻ്റെ ഒരു ഇതെന്ന് തന്നെ പറയാം. ഞാൻ രാവിലെ അലാറം കേട്ടപ്പോഴേ, ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കണി കാണണം എന്ന് വിചാരിച്ച് കിടന്നുകൊണ്ടായിരിക്കാം. അലാറം കേട്ടപ്പോൾ തന്നെ ഞാൻ രാവിലെ എണീച്ച് ഞാൻ തന്നെ വന്ന് വിളക്കെല്ലാം കൊളുത്തി. സാധാരണ പെൺകുട്ടികളും അമ്മമാരൊക്കെയാണ്. ഇവിടെ എൻ്റെ വീട്ടിൽ നേരെ തിരിച്ചാണ്. ഞാൻ തന്നെ വിളക്കെല്ലാം കൊളുത്തി എല്ലാം കഴിഞ്ഞ് പൊന്നുവിനെ വിളിച്ചുണർത്തി ഹാപ്പി ആയിട്ട് കണി കാണിപ്പിച്ച്. നിനക്ക് എങ്ങനെ തോന്നുന്നു ഇത്തവണത്തെ വിഷു? അടിപൊളി. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഗ്രാൻഡായിട്ട് വിഷു ആഘോഷിക്കണം. വിഷു കണിയാണതൊക്കെ ഇത്ര ഗ്രാൻഡായിട്ട് ആദ്യമായിട്ട്. ഗ്രാൻഡില് എനിക്ക് തോന്നിയത് കൃഷ്ണന്റെ വിഗ്രഹവും വാൽക്കണ്ണാടിയും. അത് വാൽക്കണ്ണാടി ഒറിജിനൽ അല്ല, അത് രണ്ടും മാത്രമാണ് എനിക്ക് തോന്നിയത് ഗ്രാൻഡ് ആയിട്ടുള്ളതായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം സ്പെഷ്യലായിട്ട് എന്തൊക്കെയോ ഉള്ള പോലെ. പക്ഷെ നമ്മൾ രണ്ടുപേരും സ്പെഷ്യലായിട്ട്. അതെ, നമ്മൾ രണ്ടുപേരും സ്പെഷ്യലായിട്ട്. അപ്പോൾ ഗൈസ്, എന്തായാലും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അച്ഛനെ വിളിച്ചുണർത്തിയില്ല. അവരെ കുറച്ചും കൂടെ കയറി കിടന്നിട്ട് അവരെ വിളിച്ചുണർത്തിയാൽ മതി. അവരെ കണി കാണിക്കണം. പിന്നെ ഞങ്ങൾ ഉച്ചത്തേക്കുള്ള ഭക്ഷണവും രാവിലത്തേക്കുള്ള കാപ്പിക്കുള്ള ആഹാരം കാര്യം എല്ലാം കട്ട് ചെയ്യാനായി റെഡിയാക്കണം. പിന്നെ അമ്പലത്തിൽ പോകണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അടുക്കളയിലേക്ക് പോകാം. ഇപ്പോൾ രാവിലത്തെ എൻ്റെ ജോലി തുടങ്ങി. ഇതെല്ലാം കൂടെ കട്ട് ചെയ്ത് റെഡിയാക്കി പൊന്നിൻ്റെ കൊടുക്കണം. അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ പരിപാടി. പണ്ട് തൊട്ടേ അരിയാൻ ഞാൻ മാത്രമേ ഈ വീട്ടിലുള്ളതുകൊണ്ട് ഇപ്പോഴും അത് തന്നെ മുന്നോട്ട് കിടക്കുന്നു. അപ്പോൾ നമുക്ക് തറയിൽ തന്നെ ഇരുന്ന് പണ്ടത്തെ കണക്ക് പണി അങ്ങ് തുടങ്ങാൻ കേസ്. സാമ്പാറിനും അവിയലിനുമുള്ള മലക്കറി ആദ്യം അങ്ങ് അരിഞ്ഞു വയ്ക്കണം. പിന്നെ ഇഞ്ചി ഒക്കെ ഇന്നലെ ചെയ്യേണ്ടായിരുന്നു, നടന്നില്ല. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഇഞ്ചിക്കറി ഉണ്ടാക്കിയാൽ മതി. ബാക്കിയെല്ലാം കൂടെ ഇപ്പം തന്നെ അങ്ങ് അരിഞ്ഞു കൊടുക്കാം, തോരനും കാര്യത്തിനും എല്ലാത്തിനും കൂടെ. അപ്പോൾ ഞങ്ങൾ നേരെ ജോലി തുടങ്ങുകയാണ്. മലക്കറിയൊക്കെ തേ പിടിച്ച വിലയും. ഒരു 100 രൂപ കിറ്റ് വാങ്ങിയപ്പോൾ അതിനകത്തൊന്നും ഒന്നുമില്ല. ക്യാരറ്റ് ഇതൊക്കെ ഞങ്ങളവിടെ ഇരുന്നതാണ്. ബാക്കി കുറച്ച് മലക്കറി വാങ്ങിയാൽ മാത്രമല്ല ഇത് കംപ്ലീറ്റ് ആക്കാനും പറ്റുള്ളൂ. പണി വരണ പണിയേ. ഇന്നലെ രാത്രിയാണ് മലക്കറി തന്നെ വാങ്ങിയത്. അതുകൊണ്ടാണ് ഈ ഒരു പണി കിട്ടിയത്. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ എല്ലാം നോക്കിയൊക്കെ വെക്കായിരുന്നു കേസ്. ഇതാകുമ്പോൾ പൊന്നു രാവിലെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ എനിക്ക് ഈ മലക്കറിയൊക്കെ കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കുകയും ചെയ്യായിരുന്നു. ഇപ്പം ഇത് കംപ്ലീറ്റ് ആക്കാനും പറ്റത്തില്ല. പകുതി മലക്കറിയേ ഉള്ളൂ. എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞും കൂടാ. എന്തായാലും ഉള്ളത് കണക്ക് കാലത്തേക്കുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി ബാക്കിയുള്ളതെല്ലാം കൂടെ അരിഞ്ഞു വെക്കും. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ സെറ്റാക്കി ഉള്ളത് കൊണ്ട് ഓണം പോലെ ആക്കിയിട്ട് വേണം ബാക്കി ഇന്നത്തെ ദിവസം നോക്കാൻ. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ് പറക്കി വെച്ചിട്ട് കാണാം. രാവിലെ തന്നെ ഭയങ്കര ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ വയ്യാത്ത ചൂടല്ലേ വനു? ഞാൻ തന്നെ വേർത്തിട്ട് എനിക്ക് നിൽക്കാൻ വയ്യ, അത്രയ്ക്ക് ചൂട്. നമ്മളാ ജോലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ സാമ്പാർ, ദോശ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി അല്ലേ വനു? സാമ്പാർ, ദോശ, കിച്ചടി, പച്ചടി, മാങ്ങാച്ചാർ ഇന്നലെ നമ്മൾ റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം റെഡിയായി. ഇനിയിപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമ്മളിതാ അടുപ്പിലാണ് ചോറ് വെക്കുന്നത്. അപ്പം വെളിയിൽ അടുപ്പിൽ ചോറ് വെക്കുന്ന ജോലി ഞാൻ നോക്കും. ബാക്കി ഗ്യാസിലെ പരിപാടികളെല്ലാം പൊന്നു നോക്കും. പിന്നെ തേങ്ങ കാര്യങ്ങളെല്ലാം ഞാൻ തിരികെ കൊടുത്ത്. ഇപ്പം നമ്മളിപ്പോൾ ഏതാണ്ട് 6:30 മണിയാവറായി. നമ്മളെ ജോലി ഏകദേശം ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോകും. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ പരിപാടികളും കഴിയുമെന്നാണ് തോന്നുന്നത്. അല്ലേടി രാവിലെ മിക്ക എല്ലാ ജോലിയും കഴിയുമല്ലേ?
അപ്പോൾ വിഷുവിനുള്ള സദ്യകളെല്ലാം രാവിലെ തന്നെ റെഡിയാവും. ഇനി ബാക്കി ഇഞ്ചിക്കറി ഉണ്ടാക്കണം. അതാണ് മെയിനായിട്ട് കുറച്ചുള്ളത്. പിന്നെ പായസം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബാക്കി ഇനി അടുക്കളയിലേക്ക് പോയി ചോറും കൂടെ ഒന്ന് വേവിക്കട്ടെ കേസ്. വിറവിലായതുകൊണ്ട് നല്ല പാടാണ്. നേരത്തെ നമ്മൾ ഗ്യാസിലായിരുന്നു ഞാൻ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം വന്നപ്പോൾ പിന്നെ പൊന്നും കൂടെ വന്നാൽ പൊന്നു പറഞ്ഞ് നമുക്ക് പുറത്തിട്ട് വേവിക്കാൻ, ചോറൊക്കെ നമുക്ക് പുറത്ത് അടുപ്പിൽ വേവിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മൾ അടുപ്പിലോട്ടാക്കി. അപ്പോൾ അടുപ്പിൻ്റെ കാര്യം എൻ്റെ മണ്ടയിലായി. എന്തായാലും ഞാനിനി അത് നോക്കട്ടെ. ഞങ്ങളെ അടുക്കളയിലെ പരിപാടി ഫുള്ള് കഴിഞ്ഞ് ഇനി കുറച്ചൊന്ന് പായസം വെക്കണം. പിന്നെ ഇഞ്ചി അച്ചാറ് കംപ്ലീറ്റ് ആയി. അതിൻ്റെ ശകലമൊന്നും ബാക്കി പരിപാടിയില്ല, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ജോലികളും നമ്മളെ കഴിഞ്ഞ് ഇനി അടുത്ത മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ അമ്മയെ കണി കാണിക്കാൻ വിളിക്കണം. പാവം കിടന്നുറങ്ങി ഗുളിക കഴിക്കണോണ്ട് കുറച്ച് ലേറ്റായിരിക്കും അമ്മ വിളിക്കേണ്ടത്. അമ്മ നേരത്തെ ചെന്ന് വിളിച്ചുണർത്താൻ പറ്റില്ല. എന്നാലും നമുക്ക് ഇപ്പം പോയി വിളിക്കാം. കണ്ണടച്ച എൻ്റെ കൂടെ നടന്നു വന്നാൽ മതി. കണി കാണും നേരം, കണി കാണും നേരം. ഞാൻ പറയാമോ കണ്ണു തുറക്കണേ? കണ്ണു തുറന്ന് നോക്കിയാൻ ഇങ്ങോട്ട് തുറന്നാ തൊഴു എഴുതാ. അപ്പോൾ ഗൈസ്, അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ രാവിലെ എണീച്ച് കണി കണ്ട് എന്നെ വിളിച്ച് കണ്ണടച്ച് ഇവിടെ തപ്പി വന്ന് അച്ഛൻ നേരത്തെ വന്ന് കണി കണ്ടുപോയി. അല്ലായിരുന്നെങ്കിൽ അച്ഛനെയും കൂടെ കണി എടുക്കുന്നത് നമുക്ക് കാണിക്കായിരുന്നു. അച്ഛൻ അതിനിടയ്ക്ക് വെച്ച് കണി കണ്ട്. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കൈനീട്ടം കൊടുക്കണം. കൈനീട്ടം ഉണ്ടാമ്മ? അമ്മേരെ 5 വയസ്സല്ലേ? അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പം ആദ്യം കൈനീട്ടം ഞാൻ തന്നെ കൊടുത്തു തുടങ്ങാം. അച്ഛൻ്റെ കൈനീട്ടം. അച്ഛൻ പെരുത്തൊക്കെ നോക്കണം എത്ര ഉണ്ടെന്ന്. കൈനീട്ടം അങ്ങനെ നോക്കിക്കൂടാ. നീ അമ്മ ചേട്ടന് കൈനീട്ടം കൊടു. അന്നേരം കൈനീട്ടം മേടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഐശ്വര്യമാണ്. ഇനി പൊന്നൂന് കൈനീട്ടം കൊടുക്കണം. പൊന്നൂന് മാത്രം ഇവിടെ ഏറ്റവും ഇളയതായതുകൊണ്ട് പിന്നെ ഞാനേ ഉള്ളു കൈനീട്ടം കൊടുക്കായി. പൊന്നൂനും എടുത്താൽ കൈനീട്ടം കൊടുക്കണം കേസ്. വലുത് കൈകൊണ്ട് തന്നെ കൊടുക്കണം, വലുത് കൈകൊണ്ട് തന്നെ മേടി. നീ 2 കൈ കൊണ്ട് വാങ്ങിയാൽ മതി. ഈ പൈസ കുറച്ച് തിരിച്ചു വാങ്ങിക്കണം. ഇല്ല അമ്മയ്ക്ക് കൈനീട്ടം വേണ്ടേ? അമ്മയ്ക്ക് കൈനീട്ടം വേണ്ടേ? എത്ര വേണം? നീ കൊടുത്താ? അമ്മയ്ക്ക് കൈനീട്ടം വേണ്ടേ? ചാച്ചച്ചിന്റെ വക അമ്മയ്ക്ക് കൈനീട്ടം 1 രൂപയെങ്കിലും കൊടുക്കണം. അമ്മയ്ക്ക് 1 രൂപയെങ്കിലും കൊടുക്കണം. ഞാൻ പോയി 1 രൂപ എടുത്തിട്ട് വരാം. അമ്മയ്ക്ക് 1 രൂപ ഉണ്ടേ കൈനീട്ടം. സന്തോഷമായ? ഇനി അവർക്ക് ആഹാരം കൊടുക്കണം ഗൈസ്. അതിന് ശേഷമാണ് ഇനി നമുക്ക് അമ്പലത്തിൽ പോകാൻ. ഹലോ ഗൈസ്, എന്ത് പറയാൻ, ഞങ്ങൾ രാവിലെ 8 മണിക്ക് അമ്പലത്തിൽ പോയി ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ്. സമയം ഇപ്പോൾ ഏതാണ്ട് 11:30 മണിയാവാറായി, ഉച്ചയായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നേരത്തെ ഇറങ്ങാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പല കാര്യങ്ങളുണ്ട്, ലേറ്റായി. അമ്മയ്ക്ക് അച്ഛനും ഫുഡ് കൊടുക്കണം. പിന്നെ പൊന്നൂന് നല്ല വയ്യായിരുന്നു രാവിലെ, കാല്. അങ്ങനെയൊക്കെ ഉള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇപ്പോഴാണ് അമ്പലത്തിൽ പോകാൻ എത്തിയത്. അമ്പലത്തിൽ ഞങ്ങൾ വന്നത് കാണിച്ചു തരാം. നമ്മൾ വീരളം, ആറ്റിങ്ങിലുള്ള വീരളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് ഞങ്ങളിപ്പോൾ വന്നത്. ഇവിടുന്ന് തൊഴുതിട്ട് വൈകിട്ട് ഇനി അമ്പലത്തിൽ അമ്മയും കൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ പോകണം. എന്തായാലും ഇവിടുന്ന് തൊഴുതിട്ട് വേറെ അമ്പലത്തിൽ നിന്നും പോകാൻ സമയമില്ല. അതുകൊണ്ട് ഞങ്ങൾ തൊഴുതിട്ട് വേഗം വരാം. എൻ്റെ പുതിയ ഷർട്ടാണ് കേസ്. വിഷു ആയതുകൊണ്ട് പുതിയ ഷർട്ട് എന്നെ കൊണ്ട് ഓടി നടത്തി എടുത്തിപ്പിച്ച പുതിയ ഷർട്ടാണ്. ഇതാണ് പൊന്നു ആപ്പിളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത സംഭവം. കൊള്ളാമല്ലേ? നല്ല വർക്കുണ്ട്, അടിപൊളി. അപ്പൊ നമുക്ക് നേരെ ഇനി നമ്മൾ അമ്പലത്തിലോട്ട് കയറാൻ. ഇനി കുറച്ച് പ്രാർത്ഥന ആയിക്കോട്ടെ അല്ലേ? ഈ ഒരു അമ്പലം എന്ന് പറയുന്നത് നിനക്ക് എന്തൊക്കെയാണ് പ്രത്യേകത തോന്നിയിട്ടുള്ളത് ഇവിടെ അനുഭവം? നല്ല പാൽപ്പായസം കിട്ടുമെന്നറിയാം. എന്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ചോറൂണ് നടന്ന ആദ്യമായിട്ട് ചേട്ടൻ ഇവിടെ വെച്ചാണ്. പിന്നെ ഞാൻ പഠിച്ച എന്റെ ട്യൂഷൻ സെന്റർ
10ാം ക്ലാസ് വരെ ട്യൂഷൻ സെൻറ്ററിൽ പഠിച്ചപ്പോൾ അവിടെയാണ്. അവിടെ നിന്ന് നേരെ ഇതുവഴി കയറി ഇവിടുന്ന് 2 പൂ പറക്കി ആ ആലിൻ്റെ മുട്ടിൽ വെക്കും കേട്ടോ. ആലിൻ്റെ മുട്ടി വെച്ച് കഴിഞ്ഞാൽ അന്ന് സ്കൂള് എന്തെങ്കിലും കാരണവശാൽ സമരമോ എന്തെങ്കിലും വരുമെന്നാണ് ഇല്ല വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ പേരിൽ ഞങ്ങൾ എപ്പോഴും ആ ഒരു പരിപാടി ചെയ്യാറുണ്ടായിരുന്നു. അതൊക്കെയാണ് എൻ്റെ സ്കൂളിൽ ഈ അമ്പലമായിട്ടുള്ള ഓർമ്മകൾ. അപ്പോൾ എന്തായാലും നമ്മൾ തൊഴുതിറങ്ങി. നല്ല തിരക്കുണ്ട്, നല്ല ഒരുപാട് തിരക്കുണ്ട്. അതിനിടയിൽ നിങ്ങളെ ആൾക്കാരാണ് കാണുന്നത്. ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. പേരെങ്ങനെ? സുബി, അനിയൻ നാത്ത്. അമ്മയ്ക്ക് സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. അമ്മയ്ക്ക് വരാൻ പറ്റൂല. ഇല്ല, അമ്മയ്ക്ക് വരാൻ പറ്റില്ല. തിരക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകിട്ട് കൊണ്ടുവരും. കണ്ടതിൽ സന്തോഷം. അങ്ങനെ നല്ല വെയിലുണ്ട് കേസ്. സമയം ഏതാണ്ട് ഉച്ചയായി. 12:30 മണിയായി തോന്നുന്നു. 12 മണിയായി. ഇനിയിപ്പോൾ നമ്മളിവിടെ നിന്നിട്ട് വെയിൽ കൊണ്ടിട്ട് കാര്യമില്ല. ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാൻ പോവാം. നമുക്ക് ഹനുമാൻ നടയിലും കൂടെ തൊഴുതിട്ട് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പം നമ്മളെ വീട്ടിൽ കാണാം. അമ്പലത്തിൽ പോയിട്ട് പിന്നെ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. എല്ലാം ഒറ്റയ്ക്കായിരുന്നു അല്ലേ പൊന്നു? ഞാൻ നമ്മള് വീട്ടിൽ വന്ന് പിന്നെ കുറച്ച് സാധനങ്ങളും കൂടെ, കുറച്ച് സാധനം മീൻസ് പായസം, അച്ചാറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി അച്ചാറ്, പിന്നെ വേറെ വന്നിട്ട് വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ പരിപ്പ്, പിന്നെ പായസം. അത് തന്നെ, പായസം, ഇഞ്ചി അച്ചാറ്, പരിപ്പ്. ഇത് ഇത്രയും നമ്മള് വീട്ടിൽ വന്നിട്ട് രണ്ടാമത് വന്നിട്ട് ഉണ്ടാക്കി. പിന്നെ സദ്യയായി, നമ്മൾ സദ്യ കഴിക്കാറായി. ഇനി എനിക്ക് എൻ്റെ അടുത്തൊരു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിലെ വേലക്കാരനായതുകൊണ്ട് ഇനി എനിക്ക് പപ്പടവും കൂടെ പൊരിക്കണം. നീ പൊരിക്കുവോ പപ്പടം? അപ്പൊ കേസ് ഞങ്ങളാ സദ്യ കാണിച്ചു തരാമേ. ഇനി ഉണ്ടാടേ? ഇനി വേറെ സാധനം വല്ലതും ഉണ്ടോ? എന്തിനുണ്ട്? അപ്പൊ നമ്മുടെ സദ്യ ഇതാണ് കേസ്. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, കിച്ചടി, പച്ചടി, പിന്നെ കൂട്ടുകറി, അവിയല്, തോരൻ ഉണ്ടേ. തോരൻ അത് എടുക്കണ്ട. ഇന്നലത്തെ തോരനാണ്, പിന്നെ അത് ചൂടാക്കി എടുക്കണ്ടെന്ന് വെച്ച്. ഇത്രയും തന്നെ ധാരാളം. തോരനായി ഒരു പിടിക്കുള്ളതേ ഉള്ളൂ. തോരൻ വേണ്ട. അപ്പൊ തോരൻ ഞാൻ കഴിച്ചോളാം കേസ്. ഇന്നലത്തെ ആണെങ്കിലും കുഴപ്പമില്ല. നല്ല തോരനാണ്, നമ്മളങ്ങനെ ഫ്രിഡ്ജ് വെച്ച് എടുക്കാറുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ സദ്യ കഴിക്കാനുള്ള പരിപാടിയിലായി. നിങ്ങൾ എല്ലാവരും സദ്യ കഴിച്ചു എന്ന് തോന്നുന്നു. മണി 2:30 ആയില്ലേ? 2:30 മണിയായി. നമ്മൾ ഈ സമയത്താണ് ഫുഡ് കഴിക്കാറ്. അതുകൊണ്ട് പായസമൊക്കെ നല്ല അടിപൊളി പായസമാണ് വെച്ചത്. കടല പായസം കാണിച്ചു തരാമേ. ഇതാ, ഞാൻ ഇത്തിരി തേങ്ങ ഇട്ടത് കൂടിപ്പോയി. ഇല്ല, അത് കറക്കല്ലേ. പൊന്നുവിന് തേങ്ങ കൂടുതലായിട്ട്, നമ്മളെ ഉണക്ക തേങ്ങ ഉണ്ടല്ലോ, അത് കൂടുതലായിട്ട് ഇട്ടപ്പോൾ പൊന്നുവിന് ഇഷ്ടപ്പെട്ടില്ല. കുടിച്ചു നോക്കിയില്ല. പൊന്നു പറഞ്ഞ് ഇത്രയും തേങ്ങ ഇട്ടുണ്ടെന്ന്. പക്ഷെ എനിക്ക് ഈ തേങ്ങ ഇട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വല്ലപ്പോഴൊക്കെ വലിയ പായസം ഉള്ളൂ. അപ്പൊ പിന്നെ നന്നായിട്ട് വെക്കാന്ന് കരുതി. പൊന്നു പറയണ കുളമായിന്ന്. പായസം കൊള്ളാമെന്ന് കുടിച്ചു നോക്കിയാ? ഓ നിങ്ങളെ ഇഷ്ടം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേസ്. ഇതിന് മുന്നേ തേങ്ങ ഇട്ട പായസം ഞാൻ കുടിക്കൂല എന്നൊക്കെ ബഹളം വരുത്. എന്ത് നോക്കണ? അപ്പൊ നമ്മള് സദ്യ അച്ഛനും അമ്മയും ഇരുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് കാണാം. അവരുടെ അടുത്ത് എന്താണ് പറയണതെന്ന് നോക്കാം. പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ടേ. എൻ്റെ ഓർമ്മയിലെ വിഷു എന്ന് പറയുമ്പോൾ, എൻ്റെ കുട്ടിയിലെ ഞാൻ 8ാം ക്ലാസ് വരെയൊക്കെ അമ്മൂമ്മേൻ്റെ വീട്ടിലാണ് നിന്നത്. അപ്പം ആ ഒരു സമയത്ത് ഞാൻ അവിടെ നല്ല രീതിക്ക് വിഷുക്കണിയൊക്കെ ഒരുക്കി നല്ല രീതിക്ക് എല്ലാ സദ്യയൊക്കെ വെച്ച് ആഘോഷിക്കും. അപ്പം ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. അപ്പം ഞാൻ അമ്മയ്ക്കൊക്കെ വയ്യ, അച്ഛന് അങ്ങനെയൊക്കെ എല്ലാ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനും ചേച്ചിയും അമ്മൂമ്മേൻ്റെ വീട്ടിലാണ് നിന്നത്. അപ്പം ഞാൻ ഒരിക്കൽ ഈ വിഷു സമയത്ത് ഞങ്ങളെ വീട്ടിലോട്ട് വന്നപ്പം ഞാൻ നോക്കിയപ്പം അമ്മ ആകെ കണി വെച്ചിരിക്കുന്നത് ഒരു പഴവും പിന്നെ കണിക്കൊന്ന പൂവും തിരിയും കൊളുത്തിയും മാത്രം വെച്ചിട്ടുള്ളൂ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി. ഞാൻ അന്ന് അമ്മയെ പിടിച്ച് കരഞ്ഞിട്ട് ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് പോയില്ല. ഞാനിങ്ങനെ ഇവിടെ നിന്ന് ആഘോഷിച്ച് അവരെ കൂടെയൊക്കെ നിന്ന് ആഘോഷിച്ചിട്ട് ഇവിടെ എനിക്കിപ്പോൾ ഒന്നുമില്ല എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി. എൻ്റെ വിഷുവിലെ ഏറ്റവും വലിയൊരു ഓർമ്മ എന്ന് പറയുന്നത് അതാണ്. അല്ലേ അമ്മയ്ക്ക് ഓർമ്മ ഉണ്ടാമോ? അത്
ഞാൻ പണ്ട് വിഷുവിനെ അമ്മൂമ്മേരെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേ ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോ അമ്മ ഒരു പഴം മാത്രം വെച്ചിരിക്കുന്നു കണിയൊക്കെ. ഓർമ്മയുണ്ട? ഒരു പഴവും കണിക്കൊന്നേ മാത്രമേ ഉള്ളൂ. അത് കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് കരഞ്ഞല്ലേ അമ്മ. കരഞ്ഞിട്ട് ഞാൻ പിന്നെ പോയില്ല. പിന്നെ തൊട്ട് ഞങ്ങള് എല്ലാരും ഒരുമിച്ചായിരുന്നു. ഉള്ളത് മതി. അമ്മയ്ക്ക് അങ്ങനെ ചോറ് വെച്ച് തരാനൊന്നും പറ്റൂലായിരുന്നു. ഉച്ചക്ക് ഞാൻ സ്കൂളിൽ നിന്ന് തന്നെയാണ് 10ാം ക്ലാസ്സും +2 വരെയും ഞാൻ സ്കൂളിൽ നിന്ന് തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളുള്ളത് കണക്ക് സന്തോഷമായിട്ട് ജീവിച്ച് അല്ലേ അമ്മ? സദ്യ കഴിക്കാറായി. ഇനി സദ്യ കഴിക്കണ്ടേ? ഇന്ന് ഹാപ്പി വിഷുവാണ്. എല്ലായിടത്തും അമ്മ ഹാപ്പി വിഷു എന്ന് പറഞ്ഞ എണീച്ചാണ്. എനിക്ക് ഹാപ്പി വിഷു പറ എല്ലാരോടും. അത് ഹാപ്പി ബർത്ത്ഡേ ടു യുന്റെ ബാക്കി കയറ്റല്. ഹാപ്പി വിഷുവില് അമ്മ ഹാപ്പി ബർത്ത്ഡേ ടു യുന്റെ ബാക്കി കയറ്റി. അമ്മ എന്തായിരുന്നു പറഞ്ഞ ഹാപ്പി വിഷു ടു യു. അപ്പൊ എന്താ പിന്നെ ഒരുമിച്ച് വിളമ്പിയാ? എന്ത്? ഓ ഒന്ന് കഴിച്ച് പിന്നെ അടുത്ത ചോറെടുത്ത് കഴിക്കൂലേ. ഇതാകുമ്പോ ഒരു ചോറിൽ തന്നെ 2 കറി. കണ്ട കേസിന്റെ ഐഡിയ. ഇഷ്ടമുള്ളടത്ത് നിന്ന് കഴിക്കട്ടെ. ഞങ്ങൾ 2 പിള്ളേരും ചോറ് കഴിക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു കൊച്ചു പെണ്ണുണ്ട് ഞങ്ങളെ വീട്ടിലെ. കൊച്ചു പെണ്ണ് ഇവിടെ ഇരി. കൊച്ചു പെണ്ണിന് കൊച്ചല, വലിയ ചെറുക്കന് വലിയല. നോക്കിയിരിക്കണേ. കൈ വെക്കല്. കൈയുടെ വിറയിലൊക്കെ അമ്മേരെ മാറി ഏകദേശം. പുതിയ ടാബ്ലറ്റിൽ ആ ഒരു വ്യത്യാസമുണ്ട്. കഴിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നമ്മളെ കൂടുതലും അമ്മയെ കൊണ്ട് തന്നെ എല്ലാ ജോലിയും ചെയ്ത് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ പഴയ കണക്ക് ആവണം. എന്നിട്ട് വേണം ഞാനും പൊന്നൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ പോവാൻ. അല്ലേടെ ഇത്രയും നാളിങ്ങനെ കറങ്ങാനൊന്നും പോവാത്തോണ്ട് വിഷമമുണ്ടാ? എന്നാലും ചെറിയൊരു വിഷമമുണ്ടല്ലേ. അപ്പൊ അമ്മയെ ഒന്ന് പഴയത് കണക്കൊക്കെ ആക്കണമെന്നാണ് നമ്മളെ വാശി. അതിന് നമ്മൾ കട്ടയ്ക്ക് നിന്ന് പ്രയത്നിക്കും അല്ലേ? കല്യാണിക്കും കൂടി വരെയല്ലേ വിളമ്പട്ടെ. കല്യാണിക്കും ചോറ് കൊടുക്കണം, നമ്മൾ ലിയോയ്ക്കും കൊടുക്കണം. എല്ലാവർക്കും കൊടുത്തിട്ട് ഞങ്ങൾ കഴിക്കും. അമ്മ വാരി തന്നെ. ചോറ് വാരി തന്നെ. കുഴപ്പമില്ലല്ലേ? വാരി കഴിക്കുക തന്നെ. എല്ലാം കൂടെ വരവി കഴിയേ. അവര് ഹാപ്പി ആയിട്ട് കഴിക്കട്ടെ. അച്ഛനും അമ്മയും ഹാപ്പി ആയിട്ട് കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ എന്താണ് വൈഫ്. ഞാനും എൻ്റെ വൈഫ് പൊന്നമ്മയെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ വൈഫ് പൊന്നും കൂടെ നമ്മള് ഫുഡ് കഴിക്കുന്നതായിരിക്കും. അതിന് മുമ്പ് നമുക്ക് ലിയോയ്ക്കും കല്യാണിക്കും ഇല കൊടുക്കാൻ പറ്റൂല. അവരെ പാത്രത്തിൽ തന്നെ നല്ല പരിപ്പും പപ്പടവും. എന്റെ പാവം ലിയോ അച്ഛന് സദ്യ കൊടുക്കണം. പിന്നെ കല്യാണിക്ക് പപ്പടവും ചോറും മാത്രം മതി. കല്യാണി പപ്പടം ഭയങ്കര ഇഷ്ടം. ലിയോയ്ക്ക് ആണെങ്കിൽ ചിക്കനും മട്ടനൊന്നും വേണ്ട. സാമ്പാറും ചോറും മതി. അവന് വേറെ ഒന്നും വേണ്ട. അവന് ചോറ് കിട്ടിയിരിക്കണം. കറി ഇല്ലെങ്കിലും ചോറ് കിട്ടിയിരിക്കണം. ലിയോയെ കാണിച്ചു കൊടുക്കാം. കുറെ പേര് ചോദിക്കും ലിയോനെ. ലിയോച്ചൻ എപ്പോഴും ഒരു വിഷമം പിടിച്ച മുഖമാണ്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ തലയൊക്കെ താത്ത് വെച്ച് ചുണ്ടരി പൂക്കള്. ചുണ്ടരിക്ക് ചോറ് കൊണ്ടുവരാം. അപ്പൊ ഇനി അവർക്ക് 2 പേരും കൂടെ ചോറ് കൊടുത്തിട്ട് വരാൻ കഴിയും. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാല്ലേ? അപ്പൊ ആഹാരം നമ്മൾ കഴിക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ തിരുവനന്തപുരത്ത് അങ്ങോട്ടുള്ളവർക്ക് ഈ ദീപാവലി കണക്ക് പടക്കം പൊട്ടിപ്പ് അങ്ങനെയുള്ള പരിപാടികളൊന്നും തിരുവനന്തപുരത്തോട്ടുള്ളവർക്ക് ഇല്ലല്ലേ? പാലക്കാട് അങ്ങോട്ടുള്ളവർക്കാണ് വിഷുവിന് പടക്കം പൊട്ടിക്കുന്നത്. ഇത്തവണ ഞങ്ങൾ പടക്കം വാങ്ങണമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം എനിക്ക് കൂടുതൽ തിരക്കായിരിക്കും. ഞാൻ ഇന്നലെ അച്ഛനെയും കൊണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോവേ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഫുൾ ഓട്ടോ വരുന്നു. പൊന്നും പാവം രാത്രി നമ്മൾ
ഒരുപാട് വൈകിയാണ് കിടന്നത്. ഇതെല്ലാം ഒരുക്കി റെഡിയാക്കി വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ വിഷു എന്ന് പറയുന്നത് കണി കാണുക, ഉച്ചയ്ക്ക് ഇങ്ങനെ നല്ലൊരു സദ്യ കഴിക്കുക, ഉണ്ടാക്കുക എന്നല്ല കഴിക്കുക. പറ്റുമെങ്കിൽ വൈകിട്ട് ഒരു പൂത്തിരി വെച്ച് കത്തിക്കാം. അപ്പം എന്തായാലും നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാം. അങ്ങനെ ഗൈസ് ഫുഡും കഴിച്ച് കിടന്നുറങ്ങി. അതും കഴിഞ്ഞ് വൈകിട്ട് പോകാനായിരുന്നു നമ്മളെ പ്ലാൻ. പക്ഷേ പ്ലാൻ തെറ്റി. അമ്മയ്ക്ക് വൈകിട്ടായപ്പോഴേ ഭയങ്കര ക്ഷീണം. പുതിയ ടാബ്ലറ്റാണ് മാറ്റിയെടുത്തത്. അപ്പം അതിൻ്റെ കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നല്ലേ. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്കൊന്നും നിലത്ത് അങ്ങനെ കറക്റ്റ് നിൽക്കാനോ അങ്ങനെയൊക്കെ പറ്റാത്തൊരു ക്ഷീണം, നല്ല ഇതുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും തല ഇറക്കം, സംസാരിക്കുമ്പോൾ നാക്ക് കുഴച്ചില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും കൂടെ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ബാക്കിയുള്ള പ്ലാനൊക്കെ മാറ്റി വെച്ചു. അപ്പോൾ ഞങ്ങളുടെ വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ കഴിഞ്ഞ വർഷം വരെയും എനിക്ക് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ആകെ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകും, പിന്നെ കണി കാണും, പിന്നെ സദ്യ, അങ്ങനെ ഒന്നൊന്നുമില്ല. ഇപ്രാവശ്യം നമ്മൾ അടിപൊളിയായിട്ട് എടുത്തു. വിഷു ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് വേണം പറയാം. പുറത്തു പോകാനൊക്കെ നമുക്ക് ഇനി അവസരം കിട്ടുമല്ലോ. അപ്പോൾ അല്ലേ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു ആഘോഷം ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റ.